സംഗീത അക്കാദമിയിലെ ചെയർമാനായിട്ട് ഒരു വർഷം KPSC ലളിത വന്നിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും. വർഷങ്ങളോളം രാവും പകലും നാടകം കളിച്ച ആളല്ലേ, ഒരു ചെറുവിരൽ പോലെ എനിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ അപ്പനെ പോലെ നീ ജീവിക്കണം, എൻ്റെ അപ്പനെ പോലെ ജീവിക്കാൻ നോക്കിയതാ. എല്ലാം ഇല്ലാണ്ടാവണം മലദൈവങ്ങളെ. ബാലകൃഷ്ണൻ രണ്ട് മൂന്നല്ല കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്താണ് അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം? സിനിമകളിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ സിനിമകളിൽ ഈ നാടകത്തിന്റെ തിരക്കൊണ്ട് പോകാത്തതാണോ? സത്യത്തില് ഈ പ്രൊഫഷണൽ നാടക നടന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് സിനിമയിലേക്കുള്ള പ്രവേശനം. കാരണം ഒരു കൊമ്പുമ്മൽ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ജീവിതം. ഇത് വിട്ടിട്ട് നമുക്ക് അടുത്ത കൊമ്പുമിലേക്ക് ചാടാനുള്ള ധൈര്യം ഉണ്ടാവുന്നു. അങ്ങനെ പലരും ഊരകുത്തി വീണിട്ടുണ്ട്, നാടകം വിടുകയും ചെയ്ത് സിനിമയിൽ എത്തിയതുമില്ല. അപ്പൊ പിന്നെ വയനാടിനെ സംബന്ധിച്ച് ഇപ്പൊ അടുത്ത കാലത്ത് കുറെ ഷൂട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിന്നൊരു കഴിവിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് മിന്നി മറയുന്ന ചില വേഷങ്ങൾ അപ്പോഴൊരു ഒരു സിനിമാ നടനെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പോഴും ചെറിയ വേഷം ബാലകൃഷ്ണന്റെ കഴിവിനൊത്തൊരു കഥാപാത്രത്തെ കിട്ടിയിട്ടില്ല. അതെ അതെ. ഒന്നാമത് നമുക്ക് ഇവിടെ അത്തരം ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം അതിന്റെ ഒരു സാങ്കേതികത്വം എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് ടീം വരികയാണെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലാണ്. ക്യാരക്ടറൊക്കെ അവിടെ നിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടത്ര ആൾക്കൂട്ടം, 500 രൂപ പേയ്മെന്റ് കൊടുത്താൽ ആൾക്കൂട്ടം കിട്ടും. ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. 500 രൂപ വേറെ ഏത് പണി ചെയ്താലും. ഒരു കാലഘട്ടത്തില് ബാലകൃഷ്ണൻ തന്നെ തുന്നണം ഷർട്ട് എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ബാലകൃഷ്ണൻ അന്നൊരു നല്ല വരുമാനം ഉണ്ടായിരുന്നു. ആ കാലഘട്ടവും ഇന്നത്തെ ഈ നാടക കാലഘട്ടമായിട്ട് ജീവിതം എങ്ങനെ പോകുന്നു? ജീവിതം കുറച്ചുകൂടി സുരക്ഷിതമാകുന്നത് ഇന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ ഞാൻ ഈ മദ്യപാനം പോലെ അസന പോലെ തന്നെ മദ്യപാനം സിഗരറ്റ് വലിക്കില്ലല്ലോ അല്ലേ. ഞാൻ സിഗരറ്റ് വലിക്കായിരുന്നു പണ്ട്, പക്ഷെ അന്ന് മദ്യപാനം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് സുഭിക്ഷമായിട്ട് കഴിയാനുള്ള വരുമാന നാടകം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് സർക്കസ് കളിക്കാൻ ഞാൻ മതി. ഇപ്പം 2500 രൂപ മുതൽ 2000 രൂപ മുതൽ 2500, 2600 ഈ നാടക നടന്മാരിൽ തന്നെ കാറ്റഗറി ഉണ്ട്. നല്ല സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെ. ഞാനൊക്കെ ഒരു ഇടത്തരം നാടകക്കാരൻ, ഒരു ഇടത്തരം സ്വഭാവ. അതെ അതെ. ദുസ്വഭാവം അതെ അതെ. അപ്പൊ നമുക്കൊക്കെ പേയ്മെന്റിന്റെ കാര്യത്തിലും ഒരു ഇടത്തരം പേയ്മെന്റ് നമുക്ക് കിട്ടും. നമുക്കിപ്പോ ഒരു 50,000 റുപ്യൊക്കെ അഡ്വാൻസ് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല. കുറച്ച് 30,000 ഉള്ള വെയിറ്റ് നമുക്കുണ്ട്. അതുപോലെ ഒരു 3,500 രൂപ ശമ്പളം ചോദിച്ചാൽ കിട്ടൂല. പക്ഷെ 2,500 റുപ്യൊക്കെ തരാൻ ആളുണ്ട്. അപ്പോൾ ഏത് പണിയെടുത്താലാണ് 2,500 റുപ്യ ഇപ്പൊ കിട്ടുക? 4 മാസം നല്ല നാടകങ്ങൾ, നല്ല നാടക സമിതിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ 150 കളി സുഖമായിട്ട് കളിക്കാൻ പറ്റും. ഒരു നടനെ സംബന്ധിച്ചോട് നമുക്ക് അത് മതി. 6 മാസം പണി ഉറപ്പാണ്. അതെ അതെ. പിന്നെ നമ്മള് തുടക്കത്തിൽ നമ്മളൊരു അഡ്വാൻസ് വാങ്ങും. അഡ്വാൻസിന്റെ രീതിയെ കുറിച്ച് അറിയോ? അഡ്വാൻസ് ഒരു നടനെ ഒരു സമിതി ആദ്യം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പറഞ്ഞുറപ്പിക്കലാണ് ഈ അഡ്വാൻസ്. അത് 50,000 വാങ്ങുന്ന ആളുണ്ട്. എഗ്രിമെന്റ് ഉണ്ട് സ്റ്റാമ്പ് പേപ്പറിൽ. അടുത്ത മെയ് എന്നാണോ എഗ്രിമെന്റ് എഴുതുന്നത് അന്ന് മുതൽ അടുത്ത മെയ് മാസം 31 വരെ നമ്മൾ ഈ സമിതിന്റെ ചിട്ടകൾക്കും നിയമങ്ങൾക്കും വിധേയമായി കളിച്ചു കൊള്ളാം. ഒരു ബൈലോ ഉണ്ടാവും, അടിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരു അഡ്വാൻസ് തരും. ചിലപ്പോൾ അത് 50,000 ആവും, 30,000 ആവും, 20,000 ആവും, സമിതി നടത്തിപ്പുകാരുടെ സാമ്പത്തിക സ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോരോ പ്രോഗ്രാമിലും 500 രൂപ വെച്ച് നമ്മളെ ശമ്പളത്തിന് കട്ട് ചെയ്യും. അങ്ങനെയാണ് 100 കളി കണക്കാക്കിയിട്ടാണ് ഈ അഡ്വാൻസ് വാങ്ങിക്കുന്നത്. അത് 50 കളി കളിച്ചില്ലെങ്കിൽ 25,000 കൊടുത്താൽ മതി. ഈ 500 രൂപയെ കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയ് 31 വരെ അവന്റെ എഗ്രിമെന്റ് ഇടാം. പിന്നെ ഒരു രക്ഷയില്ല, വേറെ സമിതികളിലൊന്നും ഒന്നും പോകാൻ പറ്റില്ല. നാടകത്തിൽ ഞാൻ പറയാണ്, നേരത്തെ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് സംസാരിച്ചപ്പോ തിലകന്റെയും രാജൻ പി ദേവിന്റെ ഒക്കെ ആ സ്പേസ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നല്ല ശബ്ദവും രൂപവും ഒക്കെ ഉണ്ട് അല്ലെ. ആരെങ്കിലും ഈ പരിപാടി കാണുകയാണെങ്കിൽ സിനിമയിലേക്ക് ഏറ്റവും നല്ലൊരു കലാകാരന്റെ സംഭാവന ചെയ്യാൻ നമുക്ക് ഒരു സാധാരണ രീതിയിൽ ഇപ്പോ എല്ലാവരും ബിസിനസ്സാണ്. ഈ ഒരു പ്രൊഫഷണൽ നാടക ടീം ഇപ്പൊ ഒരു നാടകം ഒന്ന് തട്ടിൽ കയറണമെങ്കിൽ
ഏകദേശം എത്ര ലക്ഷം രൂപ വേണം? 8 ലക്ഷം രൂപ മുതൽ ഒരു 25 ലക്ഷം രൂപ വരെ ഇപ്പൊ ചെലവ്. ഒരു നാടകത്തിന് വരും. അതായത് ഇതിന്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ സിനിമേന്റെ ഒരു ചെറിയ ക്യാപ്സൂൾ രീതിയാണ്. ഇതിനൊരു എഴുത്തുകാരനുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു പാട്ടെഴുത്തുകാരനുണ്ട്, സംഗീതം കൊടുക്കുന്ന ആളുണ്ട്, പശ്ചാത്തലം വരയ്ക്കുന്ന ആളുകളുണ്ട്, ഇത് ഷോക്കാർഡ് അടിക്കുന്ന ആളുകളുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കണം. അപ്പോൾ ഇപ്പൊ ഞാൻ കളിക്കുന്ന നാടകത്തിനൊരു 10 ലക്ഷം റുപ്യൊക്കെ ചെലവായിട്ടുണ്ടാവും. ഇപ്പൊ രാജേഷ് ഇരുളൊക്കെ ചെയ്യുന്ന നാടകം കുറച്ചുകൂടി സാമ്പത്തിക ചെലവ് കൂടിയതാണ്. അതിന്റെ പെർഫെക്ഷൻ നാടകത്തിലുണ്ട് കേട്ടോ. ഇപ്പൊ രാജേഷിന്റെ നാടകമൊക്കെ ആണെങ്കിൽ എന്തായാലും പണം മുടക്കാൻ നിർമ്മാതാക്കള് തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പാണ്. കാരണം രാജേഷിന്റെ നാടകങ്ങളൊക്കെ 3 വർഷം കളിക്കാത്ത നാടകങ്ങൾ കുറവാ. ഒരു വർഷം 150, 160 അല്ലെങ്കിൽ 200 നാടകം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രാജേഷിന്റെ ഏറ്റവും നല്ല നാടകങ്ങളിൽ ഒന്നാണ് വള്ളുവനാട് ബ്രഹ്മയുടെ കരിങ്കുട്ടി. 4 വർഷം അത് കളിച്ചു. എല്ലാം 150 കളി, 175 കളി ഒക്കെ ആയിട്ട്. രാജേഷിന് തന്നെ 7 സംസ്ഥാന അവാർഡ് കിട്ടി. ഇപ്പോൾ രാജേഷിന്റെ പേരിലൊക്കെ ഞാൻ ശരിക്കും ഒരു അഹങ്കാരിയാണ്. കാരണം എന്റെ വയനാട്ടുകാരനാണ് രാജേഷ് എന്ന് വിചാരിക്കുന്നത്. അതെ. ഏതൊക്കെ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം, അപ്പൊ അവാർഡ് കിട്ടിയ നാടകം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അവാർഡ് കിട്ടിയ നാടകം പറഞ്ഞില്ലല്ലേ? അത് ഇഷ്ടപ്പെട്ട നാടകത്തിലെ നല്ലൊരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും. അത് ഇങ്ങനെ പറഞ്ഞാൽ അത് ഭംഗിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ പറയാം. ഞാനിപ്പോൾ അഭിനയിക്കുന്ന നാടകം വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസിന്റെ ശിഷ്ടം എന്ന് പറഞ്ഞ നാടകമാണ്. ശ്രീകുമാർ മാരാത്ത് എഴുതി KPS സജീവ് മാടവന സംവിധാനം ചെയ്തൊരു നാടകം. സാധാരണക്കാരുടെ ജീവിതം തൊട്ട് എഴുതിയ പച്ചയായിട്ടുള്ളൊരു നാടകം. അതിനകത്ത് സുഗുണം വക്കീൽ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഞാൻ. പേരിൽ മാത്രമേ ഗുണമുള്ളൂ, സ്വഭാവമൊക്കെ ഒട്ടും ഗുണമില്ലാത്ത ഒരാളാണ്. കാരണം പിന്നെ ഒരു പോലീസ് ഓഫീസർ. അതിപ്പോൾ കഴിഞ്ഞ വർഷം 70ഓളം സ്റ്റേജുകളിൽ അത് കളിച്ചു. അടുത്ത വർഷവും ആ നാടകം തന്നെയാണ് കളിക്കുന്നത്. ഞാൻ നല്ല കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതാണ് ഏറ്റവും ഇഷ്ടം. വലിയ പണിയെടുക്കാതെ നമുക്ക് കൂലി വാങ്ങാം, അതാണ് എനിക്ക് രസം. അങ്ങനെ ഒരു നാടകമായിരുന്നു ഇപ്പോൾ ഈ കോഴിക്കോട് രംഗഭാഷയുടെ കുടുംബനാഥന്റെ ശ്രദ്ധയ്ക്ക്. അതിനകത്ത് ചേരവാസു എന്ന് പറഞ്ഞൊരു വേഷം ചെയ്തിരുന്നു ഞാൻ. ഒരു മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് കഞ്ചാവ് കച്ചവടക്കാരനായിട്ട് ഒരാൾ. ചെറിയ വേഷം, പക്ഷെ ഇപ്പോഴും എന്നെ ആ ചേരവാസു അല്ലാതെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കരിന്തണ്ടനൊക്കെ ഒരു ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത നാടകം തന്നെയാണ്. ആ കഥാപാത്രം ആകാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. ഞാൻ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കുളി പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവരെന്നെ ചീത്ത പറയും. ഞാൻ ക്യാമ്പിൽ പോയി 10 ദിവസത്തെ ക്യാമ്പ്, പടിഞ്ഞാറത്തറയായിരുന്നു ക്യാമ്പ്. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മുഷിഞ്ഞ മുണ്ട് അത് കൊടുക്കും, ഷർട്ട് ക്യാമ്പ് കഴിയുന്നവരെ ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് ഞാൻ കടന്നു വന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണം ആ കഥാപാത്രത്തിൽ ഉണ്ടായി എന്നുള്ളത്. ഡയലോഗ് മറക്കണ്ട, ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ പറയണം. കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷൻസിന്റെ റാന്തൽ എന്ന് പറഞ്ഞൊരു നാടകത്തില് ഒന്നൊരു അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു നായികയുടെ അച്ഛനായിട്ടും അതിനകത്ത് ഒരു ഡ്രൈവറായിട്ടൊരു വേഷം ചെയ്യുന്നു. ചെറിയ വേഷം. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വലിയൊരു മുതലാളിൻ്റെ ഡ്രൈവറാണ്. അപ്പോൾ മുതലാളിൻ്റെ ഭാര്യ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ ചോദിക്കുന്നുണ്ട്, പോയി ചത്തൂടടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യസ്ഥൻ ഇത് കണ്ടുപോയല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്ക് പലപ്പോഴും തല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മാത്രമായ സമയത്ത്. പക്ഷെ കാര്യസ്ഥൻ ഇത് കണ്ടല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ഞാൻ പറയുന്നത്, എന്തിനാണ് അങ്ങനെ പട്ടീനെ പോലെ ജീവിക്കുന്നത് കാര്യസ്ഥൻ പറയുന്നത്? പട്ടിയുടെ ജന്മ സാറേ, പട്ടിയുടെ ജന്മ. 2 പെൺമക്കളാണ്, കാണാൻ വലിയ രസമൊന്നുമില്ല സാറേ. എന്നെ പോലെ തന്നെയാ, നന്നായിട്ട് കറുത്തിട്ട എൻ്റെ അതേ രൂപ. കല്യാണപ്രായമായി, ആരുടെയെങ്കിലുമൊക്കെ കൂടി ഒളിച്ചോടിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സാറേ. പക്ഷേ ഒരച്ഛനും മക്കളോടങ്ങനെ പോയിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. തനിക്കോട്ടെ, പക്ഷേ വലിയ ആളുകളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ ചീത്ത പറയും, മുഖത്ത് കാർപ്പിച്ച് തുപ്പും. അത് വലിയ സങ്കടം സാറേ, വലിയ സങ്കടം. ഇങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. അതെനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്കൂൾ തലങ്ങള്, യുവജനോത്സവങ്ങള്, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ പുതിയ തലമുറക്ക് ഈ രംഗത്തേക്ക് വരാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണൽ നാടകങ്ങളിൽ എത്ര കണ്ട ആളുകൾ
ഇത്തരം ആളുകൾ നമ്മളെ പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നുണ്ട്, നാടക രംഗത്തേക്ക്? അതിൻ്റെ തമാശ അത് വലിയൊരു തമാശയാണ്. എന്നോട് പല കുട്ടികളും വന്ന് ചോദിക്കും, ബാലകൃഷ്ണേട്ടാ എനിക്കൊരു നാടകം എഴുതി തരുമോ? അപ്പം ഞാൻ പറയും, നാടകം നമുക്ക് നോക്കാം, എന്നത്തേക്കാ? മറ്റന്നാളേക്ക് വേണോ? കാരണം മറ്റന്നാൾ സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള. മറ്റന്നാൾ എന്താ? മറ്റന്നാൾ സ്കൂൾ വാർഷികം അല്ലെങ്കിൽ മറ്റേ അവിടുത്തെ കലാമത്സരങ്ങൾ. അതായത് ഞാനൊരു നാടകം, ഒരു വാക്കു പഠിക്കാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കും. ഇത്രയും വലിയൊരു കലാരൂപത്തെ എത്ര നിസ്സാരമായിട്ടാണ് പുതിയ തലമുറ കാണുന്നത്. ഞാൻ അവന്മാരെ ഓടിച്ചു വിടും. അതായത് ഒരു രാത്രി ഒരു പകലും കൊണ്ട് ഒരു നാടകം പഠിക്കുക. ഇപ്പം ഞാൻ സ്കൂളുകളിലൊക്കെ നാടക മത്സരം ജഡ്ജ് ചെയ്യാൻ പോകുന്ന ആളാണ്. പെറ്റമ്മ സഹിക്കില്ല നാടകം കണ്ടു കഴിഞ്ഞാൽ, കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം കണ്ടു കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഉപജില്ലാ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് പുറമേ നിന്ന് സംവിധായകരൊക്കെ വന്ന് വലിയ അഖിലാണ്ട ബ്രഹ്മാണ്ട സെറ്റൊക്കെ വെച്ചിട്ട് നാടകം അവതരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ സംസ്ഥാന തല സ്കൂൾ നാടക മത്സരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഞങ്ങളെയൊക്കെ തോൽപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകങ്ങളിൽ ഉപയോഗിക്കുന്ന ശബ്ദ പശ്ചാത്തലം, രംഗ പശ്ചാത്തലം ഒക്കെ കൊണ്ടാണ് ഈ അരമണിക്കൂർ നാടകം പുഷ്ടിപ്പെടുത്തുന്നത്. പക്ഷെ അവരൊന്നും പിന്നീട് നാടക രംഗത്തൊക്കെ വരുന്നത് വളരെ കുറവാണ്, വളരെ റെയറായിട്ടുള്ള ആളുകളെ വരുന്നുള്ളൂ. അപ്പോൾ പുതിയ തലമുറ സത്യത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് കിട്ടിയില്ല. ഇപ്പം ഞാൻ പലപ്പോഴും ഈ കുട്ടികളോടൊക്കെ സംവദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, സത്യത്തിൽ സ്കൂളിൽ നാടകം കാണാൻ പോകാൻ എനിക്ക് വല്ലാത്ത സങ്കടം. കാരണം നമ്മളൊക്കെ ഇതിൻ്റെ ചോറുണ്ടെന്നുകൊണ്ട് ഇപ്പം നമ്മളൊരു ഭരതനാട്യമാണെങ്കിൽ എത്ര ദിവസം റിഹേഴ്സൽ എടുക്കും? ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിൽ എത്ര ദിവസം റിഹേഴ്സൽ എടുക്കും? ഒരു ഒപ്പന, തിരുവാതിര, ദിവസങ്ങളോളം അതിനുള്ള എല്ലാ സന്നാഹവും ചെയ്തിട്ടാണ് മത്സരത്തിൽ അവതരിപ്പിക്കുക. നാടകം മാത്രം തലേന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമായിട്ട് മാറുന്നുണ്ട്. ഇത് ഈ ചിത്രകാരന്മാരായ ഞങ്ങൾക്ക് ഇത്തരത്തിൽ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോന് നാളെ ഒരു മത്സരമുണ്ട്, ഒരു ചിത്രം വരച്ച് പഠിപ്പിക്കും. അതാണ് ശാസ്ത്രീയ സംഗീതം പോലും ചോദിക്കൂട്ടോ. അത് ഭയങ്കര കോമഡി ഇല്ല. ഒരു സ്ഥലത്ത് ഞാൻ നാടകം അവതരിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചില തമാശകൾ ഉണ്ടാക്കും. അപ്പൊ തകില് വായിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അതിന്റെ തൊട്ട് മുമ്പ് ഭരതനാട്യം എന്തോ ഒരു സംഭവത്തിന് തകില് വായിക്കാൻ വന്ന. അപ്പൊ ഞാൻ ഇയാളെ എടുത്ത് വന്ന് ചോദിച്ചു, ചേട്ടാ ഈ തകിലൊന്ന് എന്നെ പഠിപ്പിച്ചു. അല്ല നിങ്ങൾക്ക് നാടകം ഉണ്ടല്ലോ. അല്ല എനിക്ക് മറ്റന്നാൾ ഒരു പരിപാടി. ഇയാളൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞാനൊരു തമാശ ലോകത്ത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ കുറച്ച് ഞാൻ പറയുമ്പോണ്ടല്ലോ പാഠ്യഭാഗമായിട്ട് നാടകം ഇപ്പൊ ആയിട്ടുണ്ട്. പാഠ്യഭാഗം അതൊരു പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചിത്രകല ഇപ്പൊ പുതുതായിട്ട് വരുന്നത് കല ഒരു വിഷയമായിട്ട് തന്നെ നമ്മളെ ചിത്രകല, നാടകം മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കാണേണ്ടത് നാടകം സംസ്കാര സമ്പന്നമാക്കിയ മണ്ണ്, നാടകം അവതരിപ്പിച്ച് ചവിട്ടിക്കുഴച്ച് പാകമാക്കിയ മണ്ണിലാണ് നന്മ പൂത്തത്. ഒരു കാലത്ത് അത്രമാത്രം അനീതിയും അക്രമവും അതേപോലെ തന്നെ ജാതി മുതലാളിത്ത വർഗീയ പ്രശ്നങ്ങളൊക്കെ നടമാടിയ കാലത്ത് ആ മണ്ണ് നാടകം അവതരിപ്പിച്ച് ശുദ്ധീകരിച്ചിട്ട് അവിടെ അധികാരം നേടിയ പാർട്ടികൾ പോലും നാടകത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ കൂടെ KPSC എഴുതിയതിനെ കുറിച്ച് കുറച്ചു മുമ്പ് സൂചിപ്പിച്ചില്ലേ, അവരെ കുറിച്ചൊന്നും പറയാതെ പോകുന്നത് ശരിയല്ല. സംഗീത അക്കാദമിയിലെ ചെയർമാനായിട്ട് ഒരു വർഷം KPSC ലളിത വന്നിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വല്ലാതെ അങ്ങ് പ്രതീക്ഷിച്ചു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും. വർഷങ്ങളോളം രാവും പകലും നാടകം കളിച്ച ആളല്ലേ, ഒരു ചെറുവിരൽ പോലും എനിക്കില്ല എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ അക്കാദമികളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചിത്രകാരന്മാരെ ശില്പികളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കേരള ലളിതകലാ അക്കാദമി 10 ലക്ഷം രൂപയുടെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി അതിന്റെ വേദി ഒരുക്കലും മറ്റ് ചിലവുകളൊക്കെ ആയിട്ട് 45 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞ വർഷത്തിൽ. കലാകാരനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, വെറും 1000 രൂപ വെച്ചിട്ട് ഒരു ചിത്രകാരന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ശില്പിക്ക് കൊടുക്കുകയാണെങ്കിൽ എത്രയോ രൂപ കൊടുക്കാം. അത് എറണാകുളത്തെ പ്രശസ്തമായിട്ടുള്ള ദർബാർ ഹാളിന്റെ മുമ്പിലാണ് 6 ലക്ഷം രൂപയുടെ പന്തലും 7 ലക്ഷം രൂപയുടെ മൈക്ക് സെറ്റും ഒക്കെ ആയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട്. അത് നമ്മൾ പറയാതെ എന്താ ഇത്തരം വേദികളിലെങ്കിലും നമുക്ക് സമൂഹത്തിന് ഇത് പറയാം. ഈ നടക്കുന്ന പിന്നെ ഇത്തരം കലാകാരന്മാരെയൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാനുള്ള കടമ ഭരണവർഗത്തിനുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കൃത്യമല്ലാത്ത ഉറക്ക്. കാരണം നമ്മൾ ഈ
വവ്വാലിനെ പോലെ രാത്രി ഇര പിടിക്കാൻ ഇറങ്ങി പകല് രാത്രിയാണല്ലോ കളികളൊക്കെ. അതെ 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 പകല് കിടന്നുറങ്ങുന്നതാണ്. അപ്പൊ കൃത്യമല്ലാത്ത ഉറക്ക് ഒന്ന്, കൃത്യമല്ലാത്ത ഭക്ഷണം, കൃത്യമല്ലാത്ത ദിനചര്യകൾ, ദീർഘമായിട്ടുള്ള യാത്ര. ഇപ്പൊ കാസർഗോഡ് നിന്ന് ഒരു നാടകം അവതരിപ്പിച്ച് നമ്മളൊരു 12-1 മണിക്ക് വണ്ടി പാക്ക് ചെയ്ത് ശരിക്കും പൊതുജനങ്ങൾ അറിയാത്ത ശരിക്കും കഷ്ടപ്പെട്ട് ശരിക്കും അറിയണം. നമ്മൾ ഈ നാടക വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ബോർഡും വെച്ച് പോകുന്ന സമയത്ത് ആകെ 2 മണിക്കൂർ ജോലി ചെയ്താൽ മതി, 2500 റുപ്യ. 2 മണിക്കൂർ നാടകക്കാരന്റെ ഒരു പക്ഷെ ആ ജോലിയിലേക്ക് എത്താൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ജീവിതത്തിന്റെ ജീവിതം അതിനുവേണ്ടി മാറ്റി. കളി കഴിഞ്ഞാൽ മാനന്തവാടിയിലേക്ക് വരിക, മാനന്തവാടി കഴിഞ്ഞാൽ നേരെ വന്ന് കാസർഗോട്ടേക്കാണ് പോകുന്നത്. കാസർഗോഡ് നിന്ന് കളി കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഞാനൊക്കെ ശരിക്കും അനുഭവിച്ചതാ. എത്തുന്നത് ഒരു 4 മണിയോട് കൂടിയാ വൈകുന്നേരം. അവിടെ ജസ്റ്റ് ഒന്ന് കുളിക്കാനോ അല്ലെ പല്ല് തേക്കാനോ ഒക്കെ ഉള്ള സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മേക്കപ്പ് ഇട്ട് ഈ പോലീസുകാരനും രാജാവും ഒക്കെ ആവുകയാണ്. ഈ രാജാവ് കുളിച്ചിട്ട് കാത്തിരിക്കുന്ന അണികളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണം. ബാലകൃഷ്ണൻ ഇത്രയൊക്കെ തിരക്കാണെങ്കിലും നമ്മളുമായിട്ട് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സമയം കണ്ടെത്തുന്നത്. അപ്പൊ പറയും ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാം, കുറച്ച് തന്നെ വരാം, വാട്സപ്പിൽ വരാം എന്നൊക്കെ പറഞ്ഞു. ഞാനും ബാലകൃഷ്ണനൊക്കെ തമ്മിൽ ഭയങ്കര ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടിട്ട് ഒരു 10 വർഷമെങ്കിലും ഫേസ്ബുക്കിലൂടെ അങ്ങനെ അങ്ങോട്ടും അത് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോ ഇപ്പോ പല സ്ഥലത്ത് നാടകം കളിക്കാൻ പോകുമ്പോ ഇപ്പോ ഒരു കൂടപ്പിറപ്പ് പോലെ സ്നേഹം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്നെ പരിചയമില്ല. അപ്പൊ നമ്മള് പരിചയമില്ല എന്ന് പറയുന്നത് ഒരു നന്ദികേടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, കാണാനൊന്നും സാധ്യമില്ല, നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ടാന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളിപ്പോ ഒരുപാട് ആശയങ്ങളൊക്കെ. എത്ര കലാസമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഒരു 15ഓളം കലാസമിതികളിൽ നാടകം കളിച്ചിട്ടുണ്ട്. 15ഓളം. എന്ത് കാരണം കൊണ്ടാണ് അതൊക്കെ മാറി മാറിപ്പോയത്? സാമ്പത്തികം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എഗ്രിമെന്റ് കാലം, ആ മെയ് 31 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരാണ്. പിന്നെ അടുത്ത സമിതി നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ ഇവിടത്തേക്കാൾ ഒരു 200 രൂപ കൂട്ടി അവർ തരാന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറും. പിന്നെ അതാണ് പ്രധാന കാരണം, സാമ്പത്തികം തന്നെയാണ് പ്രധാന കാരണം. പക്ഷെ ഞാൻ കളിച്ച സമിതികളൊക്കെ 2 വർഷം ഞാൻ നിൽക്കാറുണ്ട്. മിക്കവാറും ആളുകളൊന്നും അങ്ങനെ നിർത്താറില്ല. 1 വർഷം കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു മാറിപ്പോകും. ഒരുപാട് കഥാപാത്രങ്ങള്, ഒരുപാട് വേഷങ്ങള്, ഒരുപാട് സമിതികള്, ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രൊമോഷൻ, ഒരു നാടക രചനയിലേക്കോ സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സമിതി നിർമ്മാണത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ ഭാവിയിലുണ്ടോ? സമിതി നിർമ്മാണമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാനൊരു തമാശ പറയാം. ഇവിടെയൊക്കെ ഇപ്പോൾ താങ്കളെ പോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് നാടകങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്യുകയും ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ഒരാള് ഗൾഫിൽ പോയി കുറേ പണം സമ്പാദിച്ചു. അങ്ങനെ അപ്പോഴും ഇയാളെ മനസ്സിൽ നാടകമുണ്ട്. അങ്ങനെ ഇയാൾ തിരിച്ച് 10-12 വർഷം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നിട്ട് ഇയാൾ പറഞ്ഞു, സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇപ്പോൾ താങ്കൾ അസനോട് പറയുന്നത് പോലെ പറഞ്ഞു, എനിക്കൊരു നാടക സമിതി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അസൻ ചോദിക്കും, എത്ര രൂപ കയ്യിലുണ്ട്? ഒരു 15 ലക്ഷം രൂപ ഉണ്ട്. ഓ, 15 ലക്ഷം രൂപ മതി നാടകം തുടങ്ങാൻ. എന്നാൽ നാളെ 15 ലക്ഷം റുപ്യ എടുത്തിട്ട് നീ വാ, നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ 15 ലക്ഷം റുപ്യ നന്നായി പൊതിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഒരു തോണി കയറിയിട്ട് പുഴേൻ്റെ നടുക്ക് പോകുന്നു. എന്നിട്ട് അസൻ ചോദിക്കുന്നു, അല്ല സമിതി തുടങ്ങാൻ തീരുമാനിച്ചു. 15 ലക്ഷം റുപ്യ അല്ലേ, അതും കൊണ്ട് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറഞ്ഞ് അസം വാങ്ങിയിട്ട് ഈ പൈസ പുഴയിലേക്ക് ഒന്ന് തേറാം. അതിലാകെ പ്രശ്നമായില്ലേ, ഞാൻ അവിടെ കിടന്ന് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ പുഴയിൽ വലിച്ചെറിഞ്ഞിരുന്നപ്പോൾ ഭയങ്കര ചൂടായി. അപ്പം അസം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ 15 ലക്ഷം റുപ്യ വെള്ളത്തിൽ താഴ്ന്നു പോയാൽ നീ ചിലപ്പോൾ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ അതിൻ്റെ സങ്കടം വിഷമങ്ങളൊക്കെ മാറും. നീ ഒരു സമിതി തുടങ്ങിയാൽ നീ മരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 100 കണക്കിന് സമിതികൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. നന്നായിട്ട് നടക്കുന്ന സമിതികളുണ്ട്, നന്നായിട്ട് നടക്കുന്ന സമിതികളുണ്ട്. നേരെ മറിച്ച് പരാജയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ പോലുള്ള ആളുകളൊക്കെ സഹിക്കണ രക്ഷപ്പാടാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സമിതി തുടങ്ങാന്ന് പറഞ്ഞാൽ നല്ല വിഷമമാണ്. പക്ഷേ ഈ സാമ്പത്തികമായിട്ടും കൂടി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഇപ്പൊ സിനിമ എടുത്ത് പരാജയപ്പെട്ടവരില്ലേ, നാടകം എടുത്ത് പരാജയപ്പെട്ടവരുണ്ട്. ലോട്ടറി അടിച്ച ആളുകളെ മാത്രമേ നമ്മൾ തിരിച്ചറിയുള്ളൂ. ലോട്ടറി എടുത്ത് പരാജയപ്പെട്ട ഒറ്റ ആളെ നമ്മൾ തിരിച്ചറിയില്ല. അവിടെയാണ് നാടകം വിജയിപ്പിച്ച ആളുകളെ മാത്രം നമ്മൾ തിരിച്ചറിയാം. നാടകം കൊണ്ട് പരാജയപ്പെട്ട കുറെ ആളുകളുണ്ട്. ഇത് അത്രമാത്രം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൊഫഷണൽ നാടകം തുടങ്ങുക എന്നുള്ളത്. ഏറ്റവും സുഖം ഇപ്പോൾ 2500-3000 കിട്ടി കഴിഞ്ഞാൽ അത് നല്ല വീട്ടിൽ അരി വാങ്ങി വീട്ടിലൊക്കെ കൂടും. അതാണ് സുഖം. നമ്മളെ
കുറച്ച് മുമ്പ് മാന്ത്രിക നാടകങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട് അല്ലേ? മാന്ത്രിക നാടകങ്ങളുണ്ട്. ഏതെങ്കിലും മാന്ത്രിക നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കലാസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, സത്യം ഞാൻ മാന്ത്രിക നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ജനങ്ങളെ വിസ്മയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജനങ്ങളൊക്കെ ഇതിന്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കി. പണ്ട് ഏറ്റവും നിസ്സാരമായിട്ട് സാധാരണ അമേച്ചർ സമിതികൾ പോലും ഈ സാധാരണ കാസറ്റിന്റെ ഓല വെച്ചിട്ട് മഴ പെയ്യും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇടിയും മിന്നലും അതിന്റെ പശ്ചാത്തലവും ഒറിജിനൽ മഴ പെയ്യും പോലെ ഉണ്ടാവും. ഇന്നിപ്പോ ജനം വിളിച്ചു പറയും, എടാ അത് കാസറ്റിന്റെ ഓലയല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ജനങ്ങളെ അങ്ങനെ അങ്ങോട്ട് പറ്റിക്കാൻ പറ്റും. പക്ഷേ കലാ സംവിധാനങ്ങളിലൊക്കെ നാടകങ്ങൾ വളരെ മികച്ചത്, ഒരുപാട് മികച്ചത്. അതെ 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 അതെ. ഒരു കുതിരവണ്ടി പോകുന്നതും ഒരു ജീപ്പ് പോകുന്നതും കാറ് പോകുന്നതും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഈ തോണി വരുന്നതൊക്കെ ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. പക്ഷേ രംഗപടം സുജാതൻ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരാളാണ്, എനിക്ക് വളരെ അടുത്ത് വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ ചിത്രകലാ പരിഷത്തൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. എത്രയോ ആയിരക്കണക്കിന് സ്റ്റേജുകൾ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിജയൻ കടമ്പേരി, വിജയേട്ടനൊക്കെ വളരെ അസാധ്യ. പക്ഷെ കുറെയൊക്കെ ഇപ്പൊ ഫ്ലെക്സിലേക്ക് മാറി. ഇപ്പൊ ഞങ്ങള് അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ ഫ്ലെക്സ് ആണ്, പക്ഷെ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ പോരായ്മയുണ്ട്. നമ്മൾ ആ ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നതിന്റെ ഒരു സുഖം ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ കുറെ നമ്മൾ ഈ പരീക്ഷണ നാടകങ്ങൾ നമ്മൾ സൂര്യകൃഷ്ണമൂർത്തി ഒക്കെ ചെയ്തിട്ടുള്ള പല സ്റ്റേജുകളിൽ ചെയ്തിട്ടുള്ള പല സ്റ്റേജുകളിലായിട്ട് ഇവിടെ കുറച്ചു നേരം മുമ്പ് സുൽത്താൻ ബത്തേരി കുറെ വർഷങ്ങൾ മുമ്പാണ് സംസ്കൃതി എന്നുള്ള പേര് സർവജന ഹൈസ്കൂളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത. ഒ വി വിജയന്റെ ഒരു നോവൽ എടുത്തിട്ട് നാടകമാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന നാടക സങ്കേതങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിനു മുമ്പ് ഏതോ ഒരു നാടകത്തിലെ ഡയലോഗ് കൂടി പറയാന്ന് പറഞ്ഞത് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അല്ല, ഏതോ ഒരു നാടകം എന്ന് പറയണ്ട, കരിന്തണ്ടന്റെ ഡയലോഗ് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളൂ. കാരണം സ്കൂളുകളിലൊക്കെ ഞാൻ കുട്ടികൾക്ക് നാടക ക്ലാസ് ഒന്നും പറഞ്ഞുകൂടാ, നാടക വർത്തമാനം പറയാൻ വേണ്ടി ഞങ്ങളെ പോലുള്ള ആളുകൾ ക്ഷണിക്കും. അവിടെയൊക്കെ ഞാൻ പറയുന്നത് കരിന്തണ്ടന്റെ. ഈ സ്കൂളുകളുടെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഈ ചർച്ചയില് നമ്മൾ ഗിരീഷ് കാരാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാടകരംഗത്ത് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്തായാലും ഗിരീഷ് നമുക്ക് മറക്കാൻ കഴിയില്ല. കുട്ടികളുടെ നാടകം തീർച്ചയായിട്ടും ഗിരീഷ് കാരാടിന്റെ ഒന്നുകൂടി പറയാനുണ്ട്. ഇപ്പോ നിങ്ങളോട് കൂടെ വയനാട്ടിൽ നിന്ന് അഭിനയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് കൂടി ഒന്ന് പരാമർശിച്ചു പോയാൽ തീർച്ചയായിട്ടും നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ ഗിരീഷ് കാരാടിന്റെ കാര്യം പറയുമ്പോൾ കുട്ടികളിലേക്ക് നാടകം എന്നുള്ള വാക്ക് സന്നിവേശിപ്പിച്ചത് ഗിരീഷ് കാരാടിയാണ്. എന്നാൽ ഗിരീഷ് കാരാടിക്ക് നമ്മുടെ വയനാട്ടിലെ സാംസ്കാരിക രംഗം വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയണ്ടില്ല. ഇപ്പോഴും അവൻ ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല. പക്ഷെ അവന്റെ ജീവിതാവസാന കാലത്തും ശരിക്കും കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെയായിരുന്നു. വേണ്ടത്ര ഒരു പരിഗണന കൊടുത്തിട്ടില്ല എന്ന് പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ ഈ ഗിരീഷ് കാരാടി പരിശീലിപ്പിച്ച പല കുട്ടികളും പല നാടകങ്ങളും സംസ്ഥാന തലത്തിലൊക്കെ പ്രൈസ് നേടുകയും സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗിരീഷ് കാരാടി സംവിധാനം ചെയ്ത ഒരു നാടകം ഗുഡ് നൈറ്റ് ഞങ്ങൾ വയനാട്ടിൽ തന്നെ 68ാമത്തെ സ്റ്റേജാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച NN ഗുഡ് നൈറ്റ് അസനൊക്കെ നാടകം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഗിരീഷ് കാരാടി സംവിധാനം ചെയ്ത നാടകമാണ്. അപ്പൊ ഗിരീഷ് കാരാടിനെയൊന്നും വിസ്മരിച്ചുകൊണ്ട് വയനാടിന്റെ ഒരു നാളത്തെ നാടക ചരിത്രം പറയാൻ നമുക്ക് പറ്റില്ല. അതെ അതെ. ഗിരീഷ് കാരാടിയുടെ നാടകങ്ങളിൽ എന്ന് പറഞ്ഞാല് ഒരു ക്ലാസിക്കൽ നാടകങ്ങളുടെ ഒരു ടച്ചും കൂടി ചേർന്ന് വന്നുകൊണ്ടാണ്. അതുപോലെ നമ്മളുടെ ഈ തെരുവുനാടക ശൈലിയും കൂടി കൂട്ടിച്ചേർത്ത് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളവര്. പിന്നെ ഗിരീഷ് കാരാടിന്റെ ഏറ്റവും വലിയൊരു ഗുണം അവന് കുട്ടികളാകാൻ പറ്റും. അതാണ് ഏറ്റവും കുട്ടികളെ പോലെ നടക്കും, കുട്ടികളെ പോലെ കൊഞ്ചും, കുട്ടികളെ പോലെ സംസാരിക്കും. ആ കുട്ടികളെ കൂടെ അവൻ നിൽക്കുമ്പോ അവൻ കുട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആ കുട്ടികളുമായിട്ട്. അങ്ങനെ ഇപ്പോ ഈ നടപ്പ് കാലത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ ഗിരീഷ് കാരാടിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നാടകത്തിന്റെ ഒരു ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോൾ തൊവരിമാല അബ്ബാസിനെയും അതുപോലെ TC ജോണിനെ പോലുള്ള ആളുകളെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അന്നൊക്കെ പിന്നെ അന്ന് നമ്മൾ പറയാണ്ട് അമ്മാവനാണ്. അതെ, എനിക്കറിയാം. ഞങ്ങള് ആണ്ടൂർ സംഘഗാഥയുടെ വാർഷികത്തിന് തൊവരിമാല അബ്ബാസിക്കൊക്കെയാണ് വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുത്തത്. TC ജോണ്, OK ജോണി ഒക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെ അന്നും ഇന്നും
തോന്നിവാല അബ്ബാസ് ഖാനൊക്കെ അന്നും ഇന്നും ഞങ്ങളിതൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നാടകം എന്നുള്ളൊരു ബോധം മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് തോന്നിവാല അബ്ബാസ് ഖാൻ എന്നെ പോലുള്ള ആളുകളാണ്. അപ്പൊ അന്നൊക്കെ ഈ ക്ലബ്ബുകളില് നാടക പഠന ശിബിരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ ക്ലബ്ബുകളിലും. അതിൻ്റെ അകത്ത് മധുമാഷ അടക്കമുള്ള അതിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് ഇവരൊക്കെ തന്നെയാട്ടോ. നമ്മളെ നാടകം എഴുതുന്നതിന്റെ അപ്പുറത്തെ അബ്ബാസ് ഖാൻ നല്ലൊരു നടനും കൂടി, നല്ലൊരു മനുഷ്യനാകാൻ നോക്കി ഈ കേമിന്റെ നാടകം പോയി അവതരിപ്പിച്ചത് അതിലെ ക്യാരക്ടർ കഥാപാത്രത്തെയൊക്കെ വളരെ ഭംഗിയായിട്ട്. അപ്പൊ ഒരുപക്ഷെ എന്നെ ഒരു നാടകം എന്ന് പറയാൻ പഠിപ്പിച്ച ഒരു ബോധം മനസ്സിലേക്ക് കൊണ്ടുപോകുന്നത് തോന്നിവാല അബ്ബാസിക്കൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ നാടക സംഗീതങ്ങളെ കുറിച്ചൊക്കെ എപ്പൊ കണ്ടാലും അന്വേഷിക്കും. അല്ല ആണ്ടൂരിപ്പോ പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നാടക ആചാര്യം തന്നെയായിരുന്നു തോന്നിവാല അബ്ബാസ് ഖാൻ എന്നുള്ളത്. പക്ഷെ നമുക്ക് ആയുസ് ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. കൂടെ അഭിനയിക്കുന്ന ആളുകള് കൂടെ അഭിനയിക്കുന്നു വയനാട്ടില് ചന്ദ്രബോസ്, ചേർത്തല ചന്ദ്രബോസ് ആണ് രണ്ടാം നാടകം ഗുഡ് നൈറ്റില് എന്റെ കൂടെ അഭിനയിക്കുന്നത്, ബത്തേരിയുള്ള. ബോസ് മാഷെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും വായിക്കുന്നത്. ചെണ്ട മുതൽ അങ്ങോട്ട് വീണ, ഘടം, ഫ്ലൂട്ട്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതൊക്കെ ബോസ് മാഷ്. വയനാട് വിഷന്റെ പരിപാടികളിലൊക്കെ തബല വായിക്കുന്ന കാണാൻ. അതെ 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 അതെ. ഇപ്പോഴത്തെ കോഴിക്കോട് ആകാശവാണി ആർട്ടിസ്റ്റാണ്. അത് രണ്ടാം നാടകം കളിക്കുന്ന ബോസ് മാഷ്. പിന്നെ പ്രൊഫഷണൽ നാടകത്തിൽ ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന സമിതികളിൽ അഭിനയിക്കുന്ന രണ്ടാള് മറ്റ് ഉള്ളതൊന്ന് ജോൺസൺ നടവയിലാണ്, പിന്നെ ഒന്ന് ഞാനുണ്ട്, പിന്നെ ഒരു പ്രജിത ഉണ്ട്, പിന്നെ ഒരു പുൽപ്പള്ളി ബെന്നി. പുൽപ്പള്ളി ബെന്നി പ്രാവശ്യം കളിക്കുന്നില്ല. അതേപോലെ തന്നെ തൃശ്ശേരി ബെന്നി ഏകദേശം ഈ വർഷവും കഴിഞ്ഞ വർഷവും കുറച്ചു കാലം പ്രവാസിയായിട്ട് പോയി. പിന്നെ കഴിഞ്ഞ വർഷം നാടകത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പിന്നീട് എന്തോ തിരക്കായിട്ട് നടന്നില്ല. അങ്ങനെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ പ്രൊഫഷണൽ നാടകത്തിൽ കളിക്കുന്നുള്ളൂ ഇപ്പോൾ. ഇങ്ങനെയൊക്കെയാണ് നാടകത്തിന്റെ ഒരു നടപ്പ്, വയനാടിന്റെ ഒരു കാലം. ബോധപൂർവം പറയാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കരിന്തണ്ടന്റെ ഡയലോഗ്. തീർച്ചയായും അതുകൂടി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനപൂർവ്വം എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം BR എനിക്ക് എഴുതി തന്ന കരിന്തണ്ടൻ. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് അദ്ദേഹം എഴുതിയതാണ്. 1850-90 കാലഘട്ടത്തിൽ വയനാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ഗോത്ര തലവനായിരുന്നു കരിന്തണ്ടൻ. കരിന്തണ്ടനെ വെള്ളക്കാരൊക്കെ വളഞ്ഞ് വഴി കാണിച്ചു കൊടുത്ത ചരിത്രമൊന്നും ഞാൻ പറയണ്ടല്ലോ. അതൊക്കെ അത് സത്യമാണോ വിദ്യയാണോ, പക്ഷെ ഇന്നും ജനങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും കരിന്തണ്ടന്റെ ശില നമ്മളെ ചുരത്തിലുണ്ട്. അപ്പോൾ കരിന്തണ്ടന്റെ അവസാന കാലത്ത് ഉള്ള ഒരു ഡയലോഗാണ്: നാങ്കള കുലത്തിന് വേണ്ടി വയനാട്ടിൽ ആദ്യം മുഴങ്ങിയത് എൻ്റെ അപ്പൻ്റെ ഒച്ചയാണ്. അതിന് തമ്പ്രാക്കള് ചെയ്തത് എന്താണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ 2 കാലും വെട്ടി ചളിയിൽ ചവിട്ടി താഴ്ത്തി. കാല് പായ്ത്ത് പുൽക്കൂട്ടം വന്ന അപ്പൻ ചത്തപ്പോ അമ്മ പറിച്ച്, കരിന്തണ്ട നീ അപ്പനെ പോലെ, നിന്റെ അപ്പനെ പോലെ നീ ജീവിക്കണം. ഞാൻ എൻ്റെ അപ്പനെ പോലെ ജീവിക്കാൻ നോക്കിയതാ. എന്നെല്ലാം ഇല്ലാണ്ടാവണം, എന്നെല്ലാം ഇല്ലാണ്ടാവണം മലദൈവങ്ങളെ. എൻ്റെ അപ്പനെ പോലെ നാനും വെള്ളം കിട്ടാതെ കാല് പൊയ്ത്ത് മരിക്കാൻ കിടന്ന നിങ്ങളെങ്കിലും ഞാനൊരിറ്റ് വെള്ളം തരണേ. നാന്റെ നാടിനെ രക്ഷിക്കാനാണ് ടിപ്പു വരുന്നതെങ്കിൽ ആ പടയ്ക്ക് മുമ്പിൽ നാനുണ്ടാവും. നാന്റെ നാടിനെ കീഴടക്കാനാണ് ടിപ്പു വരുന്നതെങ്കിൽ എതിർക്കാനും നാനുണ്ടാവും. മലദൈവങ്ങളെ, എന്നെ പോറ്റിയ മണ്ണിന്റെ മക്കളെ, അങ്ങനെ പറഞ്ഞിട്ടാണ് കരിന്തണ്ടൻ വയനാടൻ ചരിത്രത്തിന്റെ മറഞ്ഞുപോയി. എന്തായാലും ആണ്ടൂർ ബാലകൃഷ്ണൻ എന്ന ഈ അതുല്യ പ്രതിഭ, ഈ നാടക കലാകാരൻ ഒരു കരിന്തണ്ടനായി മാഞ്ഞു പോകാതെ ഇനിയും വയനാട്ടിൽ നിന്ന് ഒരു കലാകാരന്മാരുടെ വലിയ പട്ടികയിൽ കേരള കലാരംഗത്ത് നാടകങ്ങളുടെ വലിയ ഒരു രാജാവായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.
നന്ദി, നമസ്കാരം. എല്ലാ വിജയങ്ങളും നേരുന്നു. ഉയരങ്ങളിലേക്ക് പോകട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ. എന്നെ പോറ്റിയ മണ്ണിന്റെ മക്കളെ പോവാ.